കർത്താവ് നമുക്ക് ചില വിടുതലുകളൊക്കെ ചെയ്യുന്നതേ ചിലർക്കൊന്നും ഇഷ്ടം, അല്ലെങ്കിൽ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കർത്താവ് നമ്മളെക്കുറിച്ച് എങ്ങനെ മൈൻഡ് ചെയ്യുന്നോ ആ രീതിയിൽ അങ്ങ് നിന്നാൽ മതി. ലോകം എന്തോ വേണേലും പറഞ്ഞോട്ട്, ആൾക്കാരെന്തോ വേണേലും പറഞ്ഞോട്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതം കർത്തസന്നിധിയിലേക്ക് ദൈവവചനവുമായിട്ട് നമ്മൾ ഒരുമിച്ച് വരാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഇന്നലെ വളരെ പവർഫുള്ളായിട്ടുള്ള സന്ദേശം വളരെ ചെറിയ രീതിയിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചു. ആമേൻ. ആ കൂനിയായ സഹോദരിയെ കർത്താവ് നിവർന്നു നിൽക്കുമാറാക്കിയത്, ആ ഭാഗം തന്നെ അതിൻ്റെ അടുത്തൊരു ഭാഗം നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ കാണാൻ പറ്റും. ആ വിടുതൽ കർത്താവ് ആ സഹോദരിക്ക് ചെയ്തത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ്, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ കർത്താവിൻ്റെ കൂടെ അങ്ങ് നിന്നോണം. നോക്കിയേ, ലൂക്കോസിന്റെ വിശേഷം 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. പുരുഷാരത്തോട് വേല ചെയ്യാൻ 6 ദിവസം ഉണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കണ്ടോ, ദൈവവേദിയിലെ നിനക്ക് ചില വിടുതലുകൾ കിട്ടുന്നതൊക്കെ ചിലക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ, മറന്നുപോകരുത്. നീ എന്ന് ഇങ്ങനെ ഒരു പരിതസ്ഥിതി കഴിയണം, ഒരു ആവറേജ് അനുഭവത്തിൽ ഒരു ഒതുക്കപ്പെട്ട രീതി പോയാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഗതി പിടിക്കുന്നത്, ഒന്ന് ഉയരുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്പെടാത്ത അനേകർ ചുറ്റുപാടുകളുണ്ട് കേട്ടോ. അവരങ്ങനെ അസൂയപ്പെട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ദൈവം നിന്നെ മാനിച്ച് അനുഗ്രഹിച്ച് ഉയർത്തി അവിടെ നടുവിൽ ദൈവം നിർത്തും. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് രൂപാന്തരം വരുത്തുന്ന ദൈവമാണ്. നോക്കിയേ, ഈ സഹോദരിയുടെ 18 വർഷത്തിലെ വിഷയത്തിന് ഈ പള്ളിപ്രമാണിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? പള്ളിപ്രമാണിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവനവൻ പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുക. അവർ വരുമോ, ആമേൻ, സൗഖ്യമാകുമോ, എന്തോ വേണേലും ചെയ്തോട്ട്, ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ കർത്താവ് ഇറങ്ങി വന്ന് അവളെ തൊട്ട് കഴിഞ്ഞപ്പം പുള്ളിക്കാരനോട്ട് സഹിക്കുന്നില്ല. നിന്റെ വിടുതൽ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ, ചിലർക്കൊന്നും സഹിക്കത്തില്ല കേട്ടോ. പക്ഷെ കർത്താവ് അത് ചെയ്യും, നിവർന്നു നിൽക്കുമാറാക്കും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ചില വിഷയത്തിൻ്റെ അകത്തളങ്ങളിലോട്ടങ്ങ് ഇറങ്ങുക. ചിലർ നീരസപ്പെട്ടിരിക്കുക. നീ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചത്, നീ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്നത്, അവർ നീരസപ്പെട്ടുകൊണ്ടിരുന്നോട്ടൊരു കുഴപ്പമില്ല. ഇവിടെ ആ വ്യക്തി പറയുന്ന പദം കണ്ടോ, വേല ചെയ്യാൻ 6 ദിവസമില്ല, അതിനകത്ത് വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളാൻ. ഹല്ലേലൂയ. എന്നാൽ ഈ മനുഷ്യൻ വിചാരിക്കണ്ടേ, നമ്മളെ കൊണ്ട് ഇത് കഴിയത്തില്ല, ഇത് ദൈവമാ ചെയ്തത്. ദൈവത്തിന് അവള് മഹത്വം കൊടുത്തു, പുരുഷാരം മഹത്വം കൊടുത്തു, എന്നാലും ഈ പള്ളിപ്രമാണിക്ക് മഹത്വം കൊടുക്കാൻ വയ്യ. വചനം പറയുന്നു, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും. പള്ളിപ്രമാണി എപ്പോഴും ആ കെട്ടിനകത്ത്, ആ സ്ട്രക്ചറിനകത്ത് കിടക്കുക, അവനങ്ങോട്ട് പറ്റുന്നില്ല. ഹല്ലേലൂയ. നോക്കിയേ, കർത്താവ് എന്തോ അതിനോട് പ്രതികരിച്ചേ, കപടഭക്തിക്കാരേ, നിങ്ങൾ ഓരോരുത്തർ ശവത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? നിങ്ങൾ കാളയുടെ കഴുതയുടെ കയറ് നിങ്ങൾ അഴിക്കുന്നില്ലേ? നിങ്ങൾ കാളയുടെ കഴുതയുടെ കയർ അഴിച്ചിട്ടില്ലേ തൊഴുത്തിൽ നിന്ന് കൊണ്ടുപോയി വെള്ളം കുടിക്കുന്നേ? അത് നിങ്ങൾ ശബത്തിൽ ചെയ്യുന്നില്ലയോ? ഞാനിവിടെ ചെയ്തത് എന്തുവാ? മറഞ്ഞു കിടക്കുന്നൊരു കയറ്, ഇവളിൽ മറഞ്ഞു കിടക്കുന്നൊരു കയറ് ഞാൻ അഴിച്ചതാ എന്ന് പറഞ്ഞ് കർത്താവ് ആ വിഷയത്തിന്മേൽ ഗൗരവത്തോടെ ഇടപെടുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. അടുത്ത വചനം നോക്കിയേ. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? ആമേൻ. പിശാചി നിലകളിൽ വെല്ലുവിളിച്ച് ബന്ധിച്ചത്, ഇനി ഒരിക്കലും നീ ഉയരത്തില്ല, നിവരത്തില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിയത് ദൈവത്തിന് വിടുതലാകാൻ പോവാ. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കൂനുണ്ടെങ്കിൽ അങ്ങ് പ്രാർത്ഥിച്ചോ. നിവർന്ന് നിൽക്കാൻ നിങ്ങളെ സമ്മതിക്കാത്തൊരു വിഷയമുണ്ട്, ദൈവത്തിന് അങ്ങ് കൊടുത്തോ. കർത്താവ് അതിനുമേൽ അത്ഭുതം ചെയ്യാൻ പോവാ. ദൈവാത്മാവിൻ്റെ ദൈവസാന്നിധ്യമാ വിടുതൽ തരുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാ നിങ്ങളുടെ ആ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി കൊണ്ടുവരുന്നത്, മറന്നുപോകരുതേ. ഹല്ലേലൂയ. അടുത്ത നിമിഷം ആ സഹോദരി നിവർന്നതുപോലെ ആ പള്ളിപ്രമാണി നീരസപ്പെട്ടെങ്കിലും യേശു ആ വിഷയത്തെ വളരെ ഗൗരവത്തോടെ
ആമേൻ തിരുത്തിയതുപോലെ ആമേൻ ഇന്ന് പകൽക്ക ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ 18 വർഷമായിരിക്കാം, അതിൽ കൂടുതൽ പഴക്കമുള്ള വിഷയമായിരിക്കാം, ഒരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാമോ. നിവരാൻ നിന്നെ സമ്മതിക്കത്തില്ലെന്ന്, സമൂഹത്തിൽ നിവരാൻ, ശരീരത്തിൽ നിവരാൻ, സാമ്പത്തിക മേഖലകളിൽ നിവരാൻ, പല മണ്ഡലങ്ങളിൽ നിവരാൻ നിന്നെ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ വിഷയത്തിനകത്ത് കർത്താവ് കൈവെക്കുക. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഇടപെട്ട ശക്തമേറിയ ഈ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദൂത് ഏറ്റെടുത്ത് എല്ലാവരുടെ മേലും ജീവൻ വ്യാപരിക്കട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.